അല്പനേരത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 14:24, നമ്പേഴ്സ് ചാപ്റ്റർ 14:24. കാലേബിനെ കുറിച്ച് മലയാളത്തിൽ പറയുന്ന അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്, ഇംഗ്ലീഷിൽ വാട്ട് ഇറ്റ് സേസ് പോലെ he has a different spirit. Praise the Lord. അവന് വേറൊരു ആത്മാവുള്ളതിനാൽ സ്തോത്രം. ദൈവം സാക്ഷി പറഞ്ഞു. ഒത്തിരി പേര് വേദപുസ്തകത്തിനകത്തുണ്ട്. അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞു, അവൻ എൻ്റെ സ്നേഹിതൻ, he is my friend. Praise the Lord. മോശയെ കുറിച്ച്, ദാവീദിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ ഹിതം അറിയുന്ന എൻ്റെ ദാസൻ, man after my own heart. Praise the Lord. എൻ്റെ ഹൃദയം അറിയുന്ന എൻ്റെ ദാസൻ. മോശയെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായ മോശ എന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായവൻ എന്നാണ് മോശയെ കുറിച്ച് പറഞ്ഞത്. ഇയ്യോബിനെ കുറിച്ച് എന്തുവാ പറഞ്ഞത്? നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനും എന്നാണ് ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. എന്നാൽ കാലേബിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ ദൈവം പറയുക, അവന് വേറൊരു സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എത്രയെന്നറിയാമോ? ഏകദേശം 18 ലക്ഷത്തിലധികം ജനത്തിന്റെ നടുവിൽ ഒരുവനെ നോക്കിയിട്ട് ദൈവം സാക്ഷ്യം പറയുക, അവന് വേറൊരു സ്വഭാവമാണ്. നമ്മളെക്കുറിച്ച് അയൽക്കാരെന്ത് പറയുന്നു, നമ്മളെക്കുറിച്ച് നമ്മുടെ വീട്ടുകാരെന്ത് പറയുന്നു, നമ്മളെക്കുറിച്ച് നമ്മുടെ ടീച്ചേഴ്സ് എന്ത് പറയുന്നു, അതൊന്നും ഒരു വിഷയമല്ല. ഇന്ന് പകൽക്കാലം സ്വർഗം നമ്മളെക്കുറിച്ച് എന്താ പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. എന്നെ കുറിച്ച് എൻ്റെ കർത്താവ് എന്തുവാ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം അവൻ എൻ്റെ സ്നേഹിതനാ. ദാവീദിനെ കുറിച്ച്, മനുഷ്യരെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുക, അവൻ എൻ്റെ സ്നേഹിതനാ, അവൻ എൻ്റെ ഹൃദയം അറിയുന്നവനാ, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാ, അവന് വേറൊരു സ്വഭാവമുള്ളവനാ. നമ്മൾ ഇന്ന് പകൽക്കാലം കാലേബിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പോകുക. നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കൾ കാനാൻ ദേശത്തിലേക്ക് യാത്ര പുറപ്പെടുകയിൽ അവർ പാരാൻ മരുഭൂമിയിൽ വന്നു. പാരാൻ മരുഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ദേശത്തെ ഒറ്റുനോക്കാനായിട്ട് മോശ 12 പേരെ അയച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. ഈ ഒറ്റുനോക്കാനുള്ള പദ്ധതി ശരിക്കും എവിടെ നിന്നാ വന്നേ? വായിച്ചേ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, ഇനി ശ്രദ്ധിച്ചേ, ദേശം നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നീ ഒരു 12 പേരെ അയച്ച് അതിനെ നോക്കിയച്ച് അകത്തോട്ട് പോകണം എന്നാണ് പറഞ്ഞേ? അല്ല, പിന്നെന്തുവാ പറഞ്ഞിരിക്കുന്നേ? നീ പോയി അതിനെ കൈവശമാക്കുക. ദൈവം തന്നതിനെ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. സ്തോത്രം. ദൈവം തന്നതിനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ദൈവം പറയുക, പ്രൈസ് ദി ലോർഡ്, നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ ഇൻ ലിറ്റിൽ തിങ്സ്, ഗോഡ് വിൽ മേക്ക് യു ഇൻ ചാർജ് ഓഫ് ബിഗർ തിങ്സ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ, അതിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നുണ്ട്, അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൗഖ്യം ശരീരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ സൗഖ്യമായി മാറും. അത് ഏത് രോഗത്തെയും അത് സൗഖ്യമാക്കി മാറ്റും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് എന്നും ഇല്ല ഇല്ല എന്ന് മാത്രമേ, പ്രൈസ് ദി ലോർഡ്, അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ഇസ്രായേലിനോട് നിങ്ങൾ വാഗ്ദത്ത ദേശം പോയി നോക്കി കൊള്ളാമെങ്കിൽ അങ്ങോട്ട് പോകാനാണോ പറഞ്ഞേ? അല്ല. പിന്നെന്തുവാ പറഞ്ഞത്? ദേശം നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, നീ പോയി അതിനെ കീഴടക്കണം. അപ്പൊ ആർക്കായി ചിന്ത വന്നത്? നോക്കി 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ ഈ ദേശം ഒറ്റുനോക്കാനുള്ള പദ്ധതി ആരുടേതാ? ജനത്തിൻ്റെതാ. ഈ ഒറ്റുനോക്കൽ പദ്ധതി ദൈവത്തിൻ്റെതല്ല. പ്രമാണത്തിൽ പറയാത്തതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. പുസ്തകത്തിൽ പറയാത്തതിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ആചാരമാക്കി മാറ്റരുത്. ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ദേശം നിന്റെ മുമ്പിൽ ഇരിക്കുക, നിങ്ങൾ പോയി അതിനെ കൈവശമാക്കാൻ പറയുമ്പോൾ ജനത്തിൽ ചിലർ വന്നേച്ചു പറഞ്ഞു, മോശയോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ പോണ്ട, പകരം നമുക്കൊരു 12 പേരെ അങ്ങോട്ട് അയക്കാം, അവർ പോയി നോക്കിയേച്ച് ദേശം എങ്ങനെ ഉള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് പോയി അതിനെ കൈവശമാക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് മുകളിലായിട്ട് നമ്മുടെ ഒരു പദ്ധതിയും കൊണ്ടുവരരുത്. 2, നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ മടങ്ങി വരിക. 13-ാം അധ്യായത്തിലെ അതിന്റെ 26-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അവർ പാരാൻ മരുഭൂമിയിൽ എവിടെ എത്തി? കാദേശിലെത്തി. ഇല്ലേ? കാദേശ്. പാരാൻ മരുഭൂമിയിലെ കാദേശ് എന്ന് പറയുന്നതിനകത്ത് ഈ വേദപുസ്തകത്തിലെ 2 സ്ഥലങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒന്ന് കാദേശ് എന്നും 2 കാദേശ് ബർണിയ എന്നും. സമയം എടുക്കാനുള്ള സമയമില്ല, ഞാൻ വേഗത്തിൽ പോട്ടെ. കാദേശ് എന്നും കാദേശ് ബർണി എന്ന് പറയുന്ന 2ഉം ഒരേ സ്ഥലങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. കാദേശ് ബർണിയെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫെയിലിയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട സ്ഥലമാണ്. എങ്ങനെയാ പരാജയപ്പെട്ടത്? ദൈവത്തോട് മത്സരിച്ചിട്ട് ദൈവം നൽകാമെന്ന് പറഞ്ഞതിനെതിരെ അവര് പോയി, പ്രൈസ് ദി ലോർഡ്, ആ ദേശം ഒറ്റ
നോക്കുവാനായി പോയി അവർ പരാജയപ്പെട്ട സ്ഥലമായതുകൊണ്ട് കാദേശ് ബർണിയെ പരാജയപ്പെട്ട സ്ഥലമെന്നാ പറയുന്നത്. എന്നാൽ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അബ്രഹാം കാദേശ് ബർണിയയിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അമാലേക്യരുമായി യുദ്ധമുണ്ടായപ്പോൾ ദൈവം അബ്രഹാമിന് ജയം കൊടുത്ത സ്ഥലമാണ് കാദേശ് ബർണിയ. എന്ന് പറഞ്ഞാൽ കാദേശ് ബർണിയ ഒരു പരാജയപ്പെട്ട സ്ഥലമല്ല, അത് പ്രാർത്ഥനക്കാരന്റെ വിജയത്തിന്റെ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ അവിടെ തോറ്റുപോയത് അവർ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ടാണ്. അവർ ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ അവർ അനുസരിക്കാത്തത് കൊണ്ടാണ് അവർ തോറ്റുപോയത്. അവർ പറയുക, പ്രൈസ് ദി ലോർഡ്, ഈ ദേശം അത് അനുഗ്രഹത്തിന്റെ സ്ഥലമല്ല, അത് പരാജയത്തിന്റെ സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാര് പ്രാർത്ഥിച്ച് നേടിയ വിഷയങ്ങള് തലമുറകള് പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന കണ്ടോ? പ്രാർത്ഥനക്കാരനായ അബ്രഹാം വിജയിച്ച സ്ഥലത്ത് വർഷങ്ങൾക്കിപ്പുറം അവന്റെ പിൻതലമുറക്കാർ പറയുക, ഇത് പരാജയത്തിന്റെ സ്ഥലമാ, ഇവിടെ നന്മയൊന്നും ഉണ്ടാകത്തില്ല, ഇവിടെ അനുഗ്രഹം ഉണ്ടാകത്തില്ല, ഇവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കാദേശ് ബർണിയയിൽ വെച്ചാണ് ഹാഗറിന് ദൂതൻ പ്രത്യക്ഷനാകുന്നത്. ഇവിടെയാണ് ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് നേരെ പിറുപിറുത്തത്. മോശ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്, അഹരോൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്. ദൈവം കോപത്തിൽ മോശയോടും അഹരോനോടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി കണ്ടാൽ മതി കാനാൻ ദേശം, നിങ്ങളെ ഞാൻ കാനാൻ ദേശത്തിലിട്ട് കയറ്റത്തില്ല. വാഗ്ദത്തം കിട്ടിയവന്റെ വാഗ്ദത്തം ഉടഞ്ഞുപോയ സ്ഥലമാണ് കാദേശ് ബർണിയ. എന്ന് പറഞ്ഞാല് ഇന്ന് പകൽക്കാലം ഓർത്തോളണം, പ്രൈസലോട് പ്രാർത്ഥിച്ച് വിജയിച്ച പല സംഭവങ്ങളും പല സാഹചര്യങ്ങളും പ്രൈസലോട് അവിശ്വാസത്താൽ തകർന്നു പോകുന്ന കാരണം എന്തെന്നറിയാമോ? നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം കാലേബിനെ നോക്കി പറയുക, അവന് വ്യത്യസ്തനാണ്, അവന് വേറൊരു സ്വഭാവമുണ്ട്. എന്തുവാ അവന്റെ സ്വഭാവം എന്നല്ലേ? നിങ്ങൾ ഈ 13-ാം അധ്യായവും 14-ാം അധ്യായവും പുതുവനും വായിക്കാനുള്ള സമയം നമുക്കില്ല. എന്നാൽ വേഗത്തിൽ ഓടിച്ച് 1-2 ഭാഗങ്ങൾ പറയാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുക. 13-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മൾ കാലേബിന്റെ ജീവിതത്തെ 3ആയിട്ട് തിരിക്കുക, വേഗത്തിൽ തിരിക്കുക. 1-ാമത്തെ സ്ഥാനം പ്രൈസ് ദി ലോർഡ്, ഈ കാദേശ് ബർണിയയിൽ വെച്ചാണ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാദേശ് ബർണിയയിൽ ഇവർ ദേശം ഒറ്റുനോക്കിയ ശേഷം മടങ്ങി വന്നു. 12 പേര് പോയി. അതിൽ 10 പേര് ഗോത്രത്തലവന്മാര്, 2 പേര് യോശുവയും ഒരാൾ കാലേബും. പ്രൈസ് ദി ലോർഡ്. 12 ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 12 പേര് ഗോത്ര പിതാക്കന്മാര് പോയി ദേശം ഒറ്റുനോക്കി മടങ്ങി വന്നിട്ട് 10 പേര് പറയുന്നത് ഒരു കാര്യം, 2 പേര് മാറ്റി പറയുക. അതിൽ പറയുന്നത് മുഴുവൻ കാര്യങ്ങളും ഒരാളാണ് പൂർണ്ണമായും മാറ്റി പറയുന്നത്. ആരാണെന്നറിയാമോ? അത് കാലേബാ. ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് പറയുക, ആ ദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ ഉള്ളവർ നമ്മിലും ബലവാന്മാരാ, അവരെ നമുക്ക് തകർക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയത്തില്ല, അവൻ നമ്മിലും ബലവാന്മാരാ. കാലേബിന് ഒരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? 14-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. നമ്മൾ ഉറ്റുനോക്കിയ ദേശം ഏറ്റവും നല്ല ദേശമാകുന്നു. 10 പേര് പറയുക, ആ ദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല, ആ ദേശത്തിൽ ബലവാന്മാരുണ്ട്, അവിടെ പട്ടണങ്ങൾ വലിയതാ, അവിടെ പോയാൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ കാലേബ് നോക്കി വെച്ച് പറയുക, പ്രൈസ് ദി ലോർഡ്, ആ ഭാഷയല്ല. നിങ്ങളൊരു പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ ശത്രുവിന്റെ ഭാഷ സംസാരിക്കരുത്. ശത്രു പറയും, രോഗമാ, നിന്നെ കൊണ്ട് പറ്റത്തില്ല, പ്രൈസ് ദി ലോർഡ്, ഈ രോഗം നിന്നെ വിട്ട് മാറത്തില്ല. ശത്രു പറയും, ഓ നിന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, നീ ഇന്നലെ നോക്കിയില്ലേ, നിന്നെ കൊണ്ട് പരാജയമായിരുന്നില്ലേ, ഇനി നിന്നെ കൊണ്ട് കടന്നു വരാനായിട്ട് മുന്നോട്ട് കയറാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ശത്രുവിന്റെ ഭാഷയ്ക്ക് പകരം ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തം ശത്രുവിനോട് വിളിച്ചു പറയണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, യേശുവിന്റെ നാമത്തിൽ എന്റെ രോഗം വിട്ടു മാറിപ്പോകും, യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രതികൂലം മാറിപ്പോകും, യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ശത്രുവിനോട് പറയണം, എന്റെ വിഷയങ്ങൾക്ക് ദൈവം ഒരു നീക്കുപോക്ക് വരുത്തും. പ്രൈസ് ദി ലോർഡ്. ശത്രു പറയുന്നത് ശത്രുവിന്റെ ഭാഷ നമ്മൾ പറയരുത്. 10 പേര് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി പറഞ്ഞപ്പോ മെജോറിറ്റി എന്ത് പറയുന്നത് നോക്കി നമ്മൾ പറയാൻ നിൽക്കരുത്. We should start separate. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, കാലേബ് ഹാസ് എ ഡിഫറെന്റ് സ്പിരിറ്റ്, അല്ലേ? വേറൊരു ആത്മാവുണ്ട്, വേറൊരു സ്വഭാവമുണ്ട്. എന്തുവാ ഈ കാലേബിന്റെ സ്വഭാവം? എല്ലാവരും പറയുന്നു, അത് പറയുമോ? ഇല്ല മാമേ. എല്ലാവരും പറയുക അതിങ്ങനെ സംഭവിക്കത്തുള്ളൂ. എന്നാൽ പ്രാർത്ഥനക്കാരനായി നീ പറയും, അതങ്ങനെ അല്ല സംഭവിക്കുന്നത്. കാരണം എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, എന്റെ കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഈ നദി ഞാൻ നീന്തി കടക്കും. പ്രൈസ് ദി ലോർഡ്. ആ
അഗ്നിജ്വാല എന്നെ ദഹിപ്പിക്കയില്ല. ഞാൻ ഈ വെള്ളത്തിലൂടെ കടക്കുമ്പോ അതെന്റെ മീതെ കവിയുകയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധൻ അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. 10 പേര് മെജോറിറ്റി പറഞ്ഞത് കൊണ്ട് നമ്മൾ പറയണോ? ഇല്ല. എത്ര ഈ മെജോറിറ്റി എന്നറിയാമോ? 18 ലക്ഷം. 18 ലക്ഷം ഒരു ഭാഗത്തും, ഒരാള് മറുഭാഗത്ത് നിൽക്കുക. സ്തോത്രം. നിങ്ങൾ പറയും എല്ലാവരും ഒരുമിച്ച് കൂടിയ പിന്നെ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോകത്തില്ലേ? കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകത്തില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞാലേ ഒറ്റപ്പെട്ടാലും പറയണം. പ്രൈസ് ദി ലോർഡ്. കാലേബ് നോക്കി 18 ലക്ഷം ജനം നോക്കിയാ എണ്ണാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. തേനീച്ച കൂട്ടിൽ നിന്ന് തേനീച്ചകളെ തുറന്നു വിട്ടതുപോലെ ജനക്കൂട്ടം ഇങ്ങനെ പരന്നു നടക്കുക. അവരെ നോക്കിയിട്ട് മറുഭാഗത്ത് നിന്ന് കാലേബ് പറഞ്ഞു, ആ ദേശത്തെ നിങ്ങൾ ഭയപ്പെടണ്ട, അവരെ നിങ്ങൾ ഭയപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. അവരെ ദേശം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. 2, ഈ 10 പേര് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്. 13-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിവാസികളെ തിന്നുകളയുന്ന ദേശം. പ്രൈസ് ദി ലോർഡ്. ഇവരങ്ങോട്ട് പോയച്ച് നോക്കണം. ഇതിനകത്ത് സത്യമായതുകൊണ്ട് അസംപ്ഷനും ഉണ്ട്. എന്തോ അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണ്ട കാര്യങ്ങളൊന്ന്, നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊന്ന്. എന്തുവാ കണ്ട കാര്യം? ശരിയാണ്, ആ ദേശത്ത് പ്രൈസ് ദി ലോർഡ് അവിടെ വലിയ മലകളുണ്ട്, വലിയ പട്ടണങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ആചാനുബാഹുക്കളായ മനുഷ്യരുണ്ട്. അതൊക്കെ സത്യമാ. അനാക്യ മല്ലന്മാരുണ്ട്. ഇതൊക്കെ സത്യമാ. പക്ഷെ രണ്ടാമത് പറഞ്ഞത് എന്തുവാ? ആ ദേശനിവാസികൾ ദേശത്തെ തിന്നുകളയുന്നവരാ. അവിടെ പോകുന്നവരെ തിന്നുകളയുന്ന ജനമെന്നാണ് ഈ 10 പേര് പറഞ്ഞത്. അതിന് കാലേബ് എന്തുവാ മറുപടി പറഞ്ഞെന്നറിയാമോ? അതിന്റെ 14-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നോക്കിയേ. അവർ നമുക്ക് ഇരയാകുന്നു. പ്രൈസ് ദി ലോർഡ്. 19-ാമത്തെ വാക്യം 14-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് കാലേബ് പറയുക, നിങ്ങൾ പറഞ്ഞത് അവർ പ്രൈസ് ദി ലോർഡ് അവർ ദേശം നമ്മളെ തിന്നുകളയുന്ന ജനത്തെ, ദേശനിവാസികളെ തിന്നുകളയുന്ന ജനമെന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ കാലേബ് പറയുക പ്രൈസ് ദി ലോർഡ് അവർ നമുക്ക് ഇരയാക്കി ദൈവം മാറ്റിയിരിക്കുക. മോശ ഒരിക്കലും ഫറവോനോട് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ എനിക്ക് ഫറവോന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല, അവൻ മിസ്രൈമിലെ രാജാവാ. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുമ്പാകെ നിൽക്കാനുള്ള ശക്തി എനിക്കില്ല, ഞാനിപ്പോ എന്തുവാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ദൈവത്തോട് പരിഭവം പറയുമ്പോൾ ദൈവം പറഞ്ഞു, മോശയെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോവുകയാ. നീ ഇന്ന് മുതൽ ഫറവോന്റെ അടുക്കൽ പോകുമ്പോൾ നീ അവന്റെ ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നീ ഏതിനെ ഭയപ്പെടുന്നോ നിന്നെ കണ്ട് നിന്റെ ശത്രു ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നീ ഏത് ഭയപ്പെടുന്നോ, നീ ഏത് വിഷയത്തെ കുറിച്ചാണോ ആവലാതിപ്പെടുന്നത്, നീ ഏത് വിഷയത്തെ കുറിച്ചാണോ പരിഭ്രമിക്കുന്നത്, നിനക്ക് പരിഭ്രമിക്കുന്ന വിഷയങ്ങൾ പ്രൈസ് ദി ലോർഡ് അവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിച്ചുയർത്താൻ പോവുകയാണ്. വിശ്വാസത്തോടെ വിളിച്ചു പറയണം. അവര് പറയുക ആ ദേശത്തിലെ നിവാസികളെ തിന്നുകളയുന്നവരാ. കാലേബ് പറയുക അവർ ദേശനിവാസികളെ തിന്നുകളയല്ല, അവർ നമുക്ക് ഇരയായി തീർന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനി നമ്മൾ അവരെ ഭയപ്പെടണോ? വേണ്ട. ദൈവം ഈ ദേശം നമുക്ക് തന്നിരിക്കാം. 3-ാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് കാലേബ് വിശ്വസ്തനായത്? പ്രൈസ് ദി ലോർഡ്. അതിന്റെ 33-ാമത്തെ വാക്യം 13-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. കാലേബിനോട് പോയ 10 പേര് പറയുക, ആ ദേശത്ത് ഞങ്ങൾ പോയപ്പോഴേ അവരെ കണ്ടാല് ഞങ്ങൾ വെട്ടുക്കിളികളെ പോവില്ലേ എന്ന് പറഞ്ഞാൽ ഒരു ആചാനുബാഹുക്കൾ അനാക്യ മല്ലന്മാരാ. അവരുടെ മുമ്പിൽ നമ്മൾ നോക്കുമ്പോ എന്തുവാ? വെട്ടുക്കിളികളെ പോലെ. ഏറ്റവും ചെറുതായിട്ട്, അയ്യോ ഇനി നിൽക്കാനായിട്ട് പറ്റത്തില്ല, അവരുടെ മുമ്പിൽ നമുക്ക് നിൽക്കാനുള്ള ത്രാണിയില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥനക്കാരനായ വ്യത്യസ്ത സ്വഭാവമുള്ള കാലേബ് പറയുക, നിങ്ങൾ അവരെ പേടിക്കേണ്ട കാര്യം എന്തെന്നറിയാമോ? യഹോവ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട. ദൈവജനമേ, ഇന്ന് പകൽക്കാലം നെഞ്ചത്ത് കൈവച്ചു പറയണം, ഞാൻ ഭയപ്പെടുന്ന വിഷയങ്ങളെ ഞാൻ ഇനി ഭയപ്പെടത്തില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടുകൂടെ എൻ്റെ അപ്പനുണ്ട്. ഞാൻ ഭയപ്പെടേണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിഷയങ്ങളെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്. നമ്മൾ വിഷയങ്ങളെ കാണുമ്പോൾ, പ്രതികൂലങ്ങളെ കാണുമ്പോൾ നമുക്ക് അടുത്തടി വെക്കാൻ കഴിയാതെ നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം പറയണം, ആ വിഷയങ്ങളെ നോക്കി ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്തുവാ? എൻ്റെ കർത്താവ് എന്നോടുകൂടെയുണ്ട്. കാലേബ് ഒരു വ്യത്യസ്ത സ്വഭാവമുള്ളവനാണ്. എന്താണെന്നറിയാമോ? മറ്റുള്ളവർ പറയുന്നത് അവൻ പറയത്തില്ല, മറ്റുള്ളത് കാണുന്നവൻ കാണത്തില്ല. നിങ്ങൾ കാണുന്നതല്ല പറയേണ്ടത്, നിങ്ങൾ കേൾക്കുന്നതുമല്ല പറയേണ്ടത്. നിങ്ങൾ എന്തു പറയണം?
വിശ്വസിക്കുന്നത് പറയണം. സംഖ്യാപുസ്തകത്തിൽ വരുമ്പോ കാലേബ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ 10 പേരും കൂടെ ഉണ്ടായിരുന്ന ജനത്തെയൊക്കെയും 18 ലക്ഷം ഇസ്രായേൽ ജനത്തെയൊക്കെയും അവരുടെ വാക്കുകളാൽ അവർ ഉരുകിപ്പോയപ്പോ കാലേബ് പറയുവാ, എന്റെ വാക്കുകളാൽ ഞാൻ അവരെ ഉറപ്പിച്ചു. നമ്മുടെ വാക്കുകൾ ഉറപ്പിക്കുന്നതായിരിക്കണം, ഉരുക്കുന്നതാവരുത്. നമ്മളെ വാക്ക് കേൾക്കുമ്പോൾ കൂടെയുള്ളവർ എന്ത് ചെയ്യരുത്? ഉരുകിപ്പോകരുത്. പലപ്പോഴും ചിലരുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ഷീണിച്ചു പോകും. അയ്യോ, ഇനി ജീവിക്കണ്ടെന്ന് വരെ തോന്നും. ചിലരുടെ വാക്ക് കേൾക്കുമ്പോഴോ ഒരു ബലം കിട്ടും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലും വരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേൾക്കുന്നത് നെഗറ്റീവ് വാക്കുകളാണെങ്കിൽ, നിങ്ങൾ കേൾക്കുന്നത് ഉരുകിക്കളയുന്ന വാക്കുകളാണെങ്കിൽ, നിങ്ങൾ കേൾക്കുന്നത് ബലഹീനപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനം പിന്നെയും പിന്നെയും കേൾക്കണം, പിന്നെയും പിന്നെയും കേൾക്കണം. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും, നിങ്ങളുടെ ക്ഷീണം മാറും, നിങ്ങളുടെ സംശയം മാറും, നിങ്ങളുടെ അവിശ്വാസം മാറും, ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കും. നിങ്ങൾക്ക് പ്രതികൂലങ്ങളെ അതിജീവിപ്പാനുള്ള കൃപ ഉയരത്തിലെ കർത്താവ് തരും. നിങ്ങളെ ഉരുക്കിക്കളയുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ പിന്നെയും കേൾക്കാനായിട്ട് ചെവി വിട്ട് കൊടുക്കരുത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചതുപോലെ കാദേശ് ബർണിയയിൽ വെച്ച് 40 വയസ്സുള്ള കാലേബ് എടുത്ത തീരുമാനമാണ് നമ്മൾ ഇപ്പൊ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേഗത്തിൽ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമ്മൾ ആ ഭാഗം ചേർന്ന് ചിന്തിക്കാൻ പോവുകയാണ്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 14-ന്റെ 6 മുതൽ 12 വരെ. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 14 വേഴ്സസ് 6 to 12. ഇത് നടക്കുന്നത് ഗിൽഗാലില. നമ്മൾ ആദ്യം ചിന്തിച്ചത് കാദേശ് ബർണിയയിൽ വെച്ചുള്ള കാലേബിനെയാണ്. 40 വയസ്സ് പ്രായമുള്ളപ്പോൾ കാദേശ് ബർണിയയിലുള്ള കാലേബിനെ നമ്മൾ കണ്ടത്. ഇപ്പൊ 45 വർഷം കഴിഞ്ഞ് ഇപ്പൊ 85 വയസ്സായി, പ്രായമായി, നരബാധിച്ചു, മുഴുവൻ ചുരുവുകളൊക്കെ വീണു തുടങ്ങി, വാർദ്ധക്യം ബാധിച്ച കാലേബ് പറയുക, പ്രൈസ് ദി ലോർഡ്, എനിക്ക് 40-ാമത്തെ വയസ്സിൽ ദൈവം തന്ന വാഗ്ദത്തത്തെ ഞാൻ മേടിപ്പാനായിട്ട് നിൽക്കുകയാണ്. വാഗ്ദത്തം മേടിപ്പാനുള്ളതാ. ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം വർഷങ്ങൾക്ക് മുമ്പേ തന്ന വാഗ്ദത്തമാണെങ്കിലും ദൈവമക്കൾ അതിനെ വെറുതെ വിട്ടുകളയാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് അതിനെ പ്രാർത്ഥിച്ചു മേടിച്ചോളണം. പണ്ടൊരിക്കൽ ദൈവദാസൻ വന്ന് തലയിൽ കൈവച്ചേച്ച് ഒരു വാഗ്ദത്തം പറഞ്ഞേച്ചങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു വാഗ്ദത്തം പോലെ ഒരു ആലോചന തന്നു. എന്നാൽ ഇതുവരെയും അത് മുള പൊട്ടി കണ്ടില്ല. ക്ഷീണിച്ചു പോകരുത്. ആ വാഗ്ദത്തം മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടെ നിന്ന് പറഞ്ഞ വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ എന്റെ ഭവനത്തിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, അവിടെ നിന്ന് പറഞ്ഞ വാഗ്ദത്തം എന്റെ തലമുറയിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, അവിടെ നിന്ന് പറഞ്ഞ വാഗ്ദത്തം എന്റെ ജോലി മേഖലയിൽ വെളിപ്പെട്ട് വരട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, വാഗ്ദത്തം മുള പൊട്ടി വരും. അത് നമുക്ക് അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 85 വയസ്സായിട്ട് കാലേബ് പറയുക, കുഴപ്പമില്ല, 40 വർഷം പഴക്കമുള്ളതല്ലേ, വേണ്ടെന്ന് പറഞ്ഞോ അമ്മേ? ഇല്ല. 40 വയസ്സുള്ളപ്പോൾ കിട്ടിയ വാഗ്ദത്തം ഞാൻ വിടത്തില്ല. പ്രാർത്ഥനക്കാരനെ കണ്ടോ? പ്രൈസ് ദി ലോർഡ്. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഏതുവരെ പ്രാർത്ഥിക്കണം? വാഗ്ദത്തം വെളിപ്പെട്ട് വരുന്നത് വരെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. വാഗ്ദത്തം മുളപൊട്ടി വരുന്നത് വരെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേക്കരുത്. വാഗ്ദത്തം വെളിച്ചത്ത് വരുന്നത് വരെ നിങ്ങളുടെ പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. കർത്താവ് തരുമെന്ന് പറഞ്ഞവൻ അവൻ തരുന്ന ദൈവമാ. അവൻ വാക്കുമാറാൻ മനുഷ്യനല്ല. അവൻ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തരിക തന്നെ ചെയ്യും. കാലേബോട് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് എത്ര വയസ്സായി? 85 വയസ്സായി. ആത്മീയ വയസ്സാവുമോ? പ്രായവും ജഡത്തിൽ പ്രായവും. വയസ്സായി ഒരു 19 വയസ്സ്, 85 വയസ്സ്, 75 വയസ്സ്, 60 വയസ്സ്. ഇനി അങ്ങ് ഷെഡിലോട്ടുണ്ടെങ്കിൽ ഒതുക്കി അങ്ങ് ഇരുത്താം. റിട്ടയർമെന്റ് ആയി, ഇനി ഒന്നിനും കൊള്ളത്തില്ല. ലോക മനുഷ്യൻ ഒരു പക്ഷെ അത് ശരിയായിരിക്കും. ഒരു പ്രാർത്ഥനക്കാരൻ അവൻ പക്വതയേറുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രായം കൂടും തോറും നമ്മൾ ബലഹീനപ്പെടുകയല്ല ചെയ്യുന്നത്, നമ്മൾ ബലപ്പെട്ട് മുന്നേറുകയാണ്. കാലേബ് പറയുക, 40-ാമത്തെ വയസ്സിൽ, എന്റെ 40-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ തയ്യാറെടുത്തപ്പോ ദൈവം പറഞ്ഞു, അനാക്യർ പാർക്കുന്ന ഈ മല എനിക്ക് അവകാശമായി തരാമെന്ന് വാഗ്ദത്തം ചെയ്തതാ. എനിക്കിന്ന് 85 വയസ്സായി. ഇപ്പൊ ഞാൻ ബലം ക്ഷയിച്ചിട്ടില്ല. പുറമേ എനിക്ക് ബലക്ഷയമുണ്ടെങ്കിലും, എനിക്ക് നരബാധിച്ചിട്ടുണ്ടെങ്കിലും, എന്റെ മുഖത്ത് ചുളിവുകൾ വീണിട്ടുണ്ടെങ്കിലും, എന്റെ കാലുകൾ ചെറുതായിട്ട് ക്ഷീണിച്ചു പോകുന്നുണ്ടെങ്കിലും, എന്റെ അകത്ത മനുഷ്യൻ പ്രാർത്ഥിച്ച് ഉരുക്കിയെടുത്ത് ഞാൻ ബലപ്പെട്ടി
പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കിന്നും യുദ്ധം ചെയ്യാൻ അറിയാം, എനിക്കിന്നും പ്രാർത്ഥിച്ച് മേടിപ്പാൻ അറിയാം, അതുകൊണ്ട് വാഗ്ദത്തം ചെയ്തതിനെ പ്രാർത്ഥിപ്പാൻ മേടിപ്പാൻ തക്കവണ്ണം ഞാൻ റെഡി ആയിരിക്കുക. ഒരു വയസ്സ് കൂടുമ്പോ നമ്മൾ ജഡത്തിൽ ഒരു പക്ഷേ വയസ്സ് കൂടും, ആത്മാവിലല്ല അമ്മാമേൻ സംഭവിക്കുന്നത്. നമുക്കൊരു വർഷം കൂടി ആ പ്രായമായി, ഇനി ആ ഷുഗറും പിടിച്ച് ഇച്ചിരി പ്രഷറൊക്കെ വന്ന് മക്കളൊന്നും കൂടെയൊക്കെ വരുമ്പോഴേ അത് മൊത്തത്തിലൊന്ന് കൂട്ടായിട്ടൊന്ന് പറയാൻ പറ്റുള്ളൂ, വയസ്സായി എന്ന് പറയാൻ പറ്റും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പറയും, ചിലരൊക്കെ പറയും ഇനി എത്ര കാലം തള്ളി ഉന്തിയൊക്കെ അങ്ങ് പോകും. തള്ളി ഉന്തിയും പോകാനുള്ളതൊന്നുമല്ല. യഹോവയുടെ ആലയത്തിന്റെ നടുതലയായവർ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കും, വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ആലയത്തിന്റെ നടുതലയായവർ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. നമ്മൾ ആത്മീകരാണ്, ദൈവത്തോട് പറ്റി നിൽക്കുന്നവരാണ്. വയസ്സ് 60 അല്ല, 70 അല്ല, 80 അല്ല, 100 വയസ്സായാലും വിശ്വാസത്തോടെ പറയാൻ പറ്റും, എനിക്കിന്നും പ്രാർത്ഥിച്ച് മേടിപ്പാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. കാലേബ് പറയുക, നിങ്ങൾ എന്റെ വയസ്സ് നോക്കിയേച്ച് നിങ്ങൾ എന്നെ അളക്കരുത്. നിങ്ങൾ എന്റെ വയസ്സ് നോക്കി എന്നെ അടുക്കരുത്. ചില പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയുന്ന ഒരു അങ്കിളുണ്ട്, 86-ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. വിശ്വാസവും പ്രാർത്ഥനയെന്ന് പറഞ്ഞ പിടിച്ചു വെച്ചങ്ങ് പ്രാർത്ഥിക്കും. 86-ാമത്തെ വയസ്സിലും വണ്ടി ഓടിച്ച് പ്രൈസ് ബാംഗ്ലൂരിന്റെ പല ഭാഗത്ത് ഏത് മീറ്റിംഗ് എന്ന് പറഞ്ഞാലും ഏത് രാത്രിയും ഓടിച്ചു വരും. പ്രൈസ് ലോർഡ്. അവൻ എൻ്റെ ഉപനിധി. എനിക്കറിയാം ഞാൻ ആരിലാ ശരണം വെച്ചിരിക്കുന്നത്. അവർക്കത് പേടിയില്ല. നിങ്ങൾ ഈ വലിയ കണ്ടെയ്നർ ലോറി ഓടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? വലിയ ലോറി കൊണ്ടുപോകും, ഒരു ഡ്രൈവർ ഇരുന്ന് അതിനെ ഓടിച്ചുകൊണ്ട് വരും. അത് ഓടിച്ചിങ്ങനെ വരുമ്പോൾ ഈ ട്രാഫിക്കിൽ ഒരു മെലിഞ്ഞ പ്രായമുള്ളൊരു പോലീസുകാരൻ നിൽക്കും. വരുന്ന വണ്ടി കണ്ട ഈ പോലീസുകാരനെ കാണത്തു പോലുമില്ല. എന്നാൽ അവിടെ നിന്ന് വരുന്ന വലിയ വണ്ടി കണ്ടേച്ച് ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരൻ കൈ ഒന്ന് നിർത്താൻ പറഞ്ഞാൽ അവനവിടെ നിർത്തും. നിങ്ങളുടെ വയസ്സല്ല പ്രശ്നം, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമാണ്. നിങ്ങളുടെ വയസ്സല്ല പ്രശ്നം, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. കാലേബ് പറയുക, എനിക്ക് 85 വയസ്സായി, അതൊരു പ്രശ്നമൊന്നുമല്ല. കാലേബ് ചോദിച്ച് മേടിക്കുന്നതുകൊണ്ട് ദൈവം പറയുക, അതുകൊണ്ട് 18 ലക്ഷം ജനത്തെ നിർത്തി വെച്ച് ദൈവം കാലേബിനെ നോക്കി പറയുക, he has a different spirit. അവന് വേറൊരു സ്വഭാവമുള്ളവനാ. ഈ നിൽക്കുന്ന 18 ലക്ഷത്തെ പോലെയല്ല, അവന് വേറൊരു സ്വഭാവമുള്ളവനാ. ഒരു വാക്യം കൂടെ വേഗത്തിൽ വായിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. കാലേബ് ദൈവത്തിന്റെ വാഗ്ദത്തം പറഞ്ഞിട്ടും, കാലേബ് ദൈവത്തിന് വേണ്ടി നിന്നിട്ടും, കാലേബ് പ്രാർത്ഥനക്കാരനായിട്ടും, കാലേബ് മറ്റുള്ളവരെ പോലെ 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടി വന്നു. ഒരിക്കൽ പോലും പിറുപിറുത്തില്ല. എന്റെ കുഴപ്പം കൊണ്ടല്ലോ കർത്താവെ ഞാൻ അലയുന്നതെന്ന് കാലേബ് ഒരിക്കലും ചോദിച്ചില്ല. മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ട് നമുക്കൊരു പ്രതികൂലം വരുമ്പോൾ ഒരിക്കലും ദൈവത്തിലേക്ക് നോക്കി കൈവിരലൊന്നും ചൂണ്ടരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഞാൻ പറഞ്ഞതല്ലേ ആ ദേശം കൊള്ളാമെന്ന്, എന്നാൽ എന്റെ കൂടെ വന്നവരല്ലേ അതിന് വിരോധമായി പറഞ്ഞത്, എന്നിട്ട് ഞാൻ എന്തിനാ മരുഭൂമിയിൽ അടലിൽ നിന്ന് ഒരിക്കലും കാലേബ് ചോദിച്ചില്ല. ദൈവത്തിന് അറിയാം, ഏത് തീച്ചൂളയിലൂടെ പോയാലും, ഏത് രോഗത്തിന്റെ നടുവിലൂടെ പോയാലും, ഏത് പ്രതികൂലത്തിലൂടെ പോയാലും, ഏത് വൈതരണിയിലൂടെ പോയാലും ദൈവത്തിന് അറിയാം, ഒരു ഭക്തൻ അവൻ ദൈവത്തെ തള്ളി പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, കഷ്ടതയോ നഗ്നതയോ ദുഃഖമോ നെടുവീർപ്പോ വേദനയോ എന്തിനാ നമ്മളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാനായിട്ട് കഴിയുന്നു? ഒന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശത്രു ഓരോന്നും മാറി മാറി പരീക്ഷിച്ചാലും ഒരു യഥാർത്ഥ ആത്മീകൻ, ഒരു ദൈവപൈതൽ പറയും, നീ ഒരു രോഗമിട്ടെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കർത്താവിനെ തള്ളി പറയത്തില്ല. നീ ഒരു പ്രതികൂലം തന്നെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കർത്താവിനെ തള്ളി പറയത്തില്ല. നീ എനിക്കൊരു ഞെരുക്കമിട്ടെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കർത്താവിനെ തള്ളി പറയത്തില്ല. ദൈവം പറയുക, കാലേബ് പൂർണ്ണമായി ദൈവത്തോട് പറ്റിച്ചേർന്നു. കാലേബ് പൂർണ്ണമായി ദൈവത്തോട് പറ്റിച്ചേർന്നു. കാലേബ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ
ഈ 40 വർഷം കഴിഞ്ഞു. മരുഭൂമിയിൽ ഇവർ 40 വർഷം അലഞ്ഞു നടക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർത്തോളണം, 40 ദിവസമാണ് ഇവർ കാനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് പോയത്. ഈ കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയത് 40 ദിവസം കൊണ്ട് ഇവർ അവിശ്വാസമായി ദൈവത്തെ വിശ്വസിക്കാത്ത മറുപടി കൊണ്ട് വന്നതുകൊണ്ട് 40 ദിവസത്തിന് പകരം ദൈവം 40 വർഷം ഇവരെ അഴിരുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ 40 ദിവസം കൊണ്ട് ഇവർ കാനാനിൽ എത്തേണ്ടതിന് പകരം ഇവർ 40 വർഷം മരുഭൂമിയിൽ ഉഴഞ്ഞു നടക്കുക. എന്താ കാര്യമെന്ന് അറിയാമോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നവരായിരിക്കണം. ഈ സമയത്ത് 40 വർഷം കഴിയപ്പോൾ ദൈവം യോശുവയെ മോശയ്ക്ക് പകരം അടുത്ത നേതാവായി ഉയർത്തി. അപ്പോഴും കാലേബ് കുറ്റമൊന്നും പറഞ്ഞില്ല. തമ്പുരാൻ അറിയാം, യോശുവയെ സ്ഥാനക്കയറ്റം കൊടുത്തിട്ട് മോശയ്ക്ക് പകരം യോശുവയെ വാഴിച്ചാലും കാലേബ് ഒന്നും പറയത്തില്ല. കാരണം കാലേബിന് വേറൊരു സ്വഭാവമുള്ളവനാ. ഒരു സംഭവ കഥ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. സാൽവേഷൻ ആർമി എന്നൊരു പ്രസ്ഥാനമുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സ്ഥാപകനാണ് വില്യം ബൂത്ത്. അതിന്റെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്തിന് പകരം അതിനുശേഷം അടുത്ത സ്ഥാനമേറ്റത് പ്രൈസ് ദി ലോർഡ് സാമുവൽ ബ്രിങ്കിൾ എന്ന് പറഞ്ഞ ഒരു അഭിഷിക്തനാ. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിത്തമെല്ലാം കഴിഞ്ഞേച്ച് അദ്ദേഹം നേരെ വന്നിട്ട് സാൽവേഷൻ ആർമിയിൽ വന്നിട്ട് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ വില്യം ബൂത്തുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. വില്യം ബൂത്ത് ഇന്റർവ്യൂ നടത്തിയേച്ച് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇവിടെ നിനക്ക് ജോലി തരാം, ഇവിടെ നിന്നെ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം സാൽവേഷൻ ആർമി ഒത്തിരി ഡിസിപ്ലിൻ ഒക്കെ ഉള്ള ഒരു സഭാപ്രസ്ഥാനമായതുകൊണ്ട് സാമുവൽ ബ്രിങ്കലിന് അവിടെ ജോലി കൊടുത്തില്ല. മടങ്ങിപ്പോയി. പിന്നെയും അദ്ദേഹം മടങ്ങി വന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സാൽവേഷൻ ആർമിക്കകത്തൊന്ന് വർക്ക് ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പണ്ഡിതനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു പ്രഭാഷകനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അകത്ത് കയറാനായിട്ട് അംഗീകാരം കൊടുക്കണമെങ്കിൽ ഈ വില്യം ബൂത്ത് അംഗീകാരം കൊടുക്കണം. അയാളാണ് ഇതിന്റെ സ്ഥാപകൻ. പ്രൈസ് ദി ലോർഡ്. അയാൾ കൊടുക്കാത്തത് കൊണ്ട് സാമുവൽ ബ്രിങ്കൽ നിരാശയോടെ പോയി. പിന്നെയും മടങ്ങി വന്നിട്ട് വില്യം ബൂത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തു. വില്യം ബൂത്ത് വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിനക്കിപ്പം ഇനി അകത്തുള്ള ശുശ്രൂഷയൊന്നും തരത്തില്ല, ഒരു ചർച്ചിന്റെയും ഇൻചാർജ് നിനക്ക് തരത്തില്ല, ഞങ്ങൾ മറ്റു കാര്യങ്ങളിലും നിന്നെ ഉൾപ്പെടുത്തത്തില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന പ്രൈസ് ദി ലോർഡ് സാൽവേഷൻ ആർമിയിലുള്ള ഉദ്യോഗസ്ഥരുടെ ഷൂകളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഷൂ റാക്ക് അത് നിന്നെ കാക്കുകയാണ് നിന്റെ ജോലി. പ്രൈസ് ദി ലോർഡ്. നീ അവിടെ വെച്ചിരിക്കുന്ന ഷൂകളൊക്കെ നന്നായിട്ട് പോളിഷ് ചെയ്ത് അവിടെ ഷൂ എല്ലാം നന്നായിട്ട് തേച്ച് മിനുക്കി വൃത്തിയാക്കി വെക്കണം. പ്രൈസ് ദി ലോർഡ്. സാമുവൽ ബ്രിങ്കിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു മനുഷ്യനാണ്. എന്തായാലും വില്യം ബൂത്ത് പറഞ്ഞ ജോലി ഏറ്റെടുത്തുകൊണ്ട് നേരെ പോയിരുന്ന ഈ ഷൂ വൃത്തിയാക്കാനൊക്കെ അവിടെ പോയിട്ട് അങ്ങ് ഇരിക്കുക. എത്ര വർഷം ഇരുന്നെന്നറിയാമോ? 16 വർഷം ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം പ്രൈസ് ദി ലോർഡ് ഈ സാൽവേഷൻ ആർമിയിൽ വലിയൊരു മെഗാ കൺവെൻഷൻ നടക്കുകയാണ്. ലോകത്തുള്ള വലിയ പ്രസംഗകരെയൊക്കെ പ്രസംഗിപ്പാനായിട്ട് വിളിച്ചിട്ടുണ്ട്. 50,000-ലധികം ജനം തടിച്ചുകൂടുന്ന വലിയൊരു കൺവെൻഷനാണ്. അതിന് പ്രസംഗിക്കേണ്ട ദൈവദാസൻ ആ ദിവസത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു, ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് പ്രസംഗിക്കാൻ വരാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. വില്യം ബൂത്ത് പേടിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. ഈ 50,000 ജനങ്ങളുടെ കൂടിയിരിക്കുമ്പോൾ അവരോട് എങ്ങനെയാ മറുപടി പറയുന്നത്? ഇവർക്ക് പ്രസംഗം കേൾക്കാനായിട്ട് വരുന്നില്ലേ? അപ്പം അതിന് കഴിവുള്ള പ്രാപ്യമുള്ള വാഗ്മിയായ നല്ലൊരു അഭിഷിക്തനെ തന്നെ വേണം. അയാൾ വരത്തില്ല എന്ന് പറഞ്ഞു. നേരെ വില്യം ബൂത്ത് പ്രാർത്ഥനാ മുറിയിലോട്ട് കയറി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, 16 വർഷം കൊണ്ട് നീ ഏൽപ്പിച്ച ഷൂ ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഷൂ റാക്കിനിടയിൽ കിടപ്പുണ്ട്. അവനെ നീ പുറത്തിറക്ക്. അവനാണ് ഈ മീറ്റിംഗിൽ പ്രസംഗിക്കേണ്ടത്. വില്യം ബൂത്ത് ചോദിച്ചു, സാമുവൽ ബ്രിങ്കിളോ? അവൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവന് വചനം പറയാൻ അറിയാമോ? അവൻ വാഗ്മിയാണോ? ദൈവം പറഞ്ഞു, ഈ ജനം എന്റേതാ. വില്യം ബൂത്തേ, നീയും എന്റേതാ. ഈ ശുശ്രൂഷ എന്റേതാ. ഈ മീറ്റിംഗിൽ സാമുവൽ ബ്രിങ്കിൾ പ്രസംഗിക്കും. വില്യം ബൂത്ത് പറഞ്ഞു, ദൈവമേ, ഞാൻ പോയി പറയാം. സാമുവൽ ബ്രിങ്കിൾ സമ്മതിച്ചാൽ ഞാൻ കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കാം. വില്യം ബൂത്ത് നേരെ പോയി. കഴിഞ്ഞ 16 വർഷം തൊട്ട് ഒരിക്കൽ പോലും വില്യം ബൂത്തിനെതിരെ സാമുവൽ ബ്രിങ്കിൾ ഒന്നും പറഞ്ഞില്ല, ആരോടും കുറ്റം പറഞ്ഞില്ല. ഞാനിവിടെ സാൽവേഷൻ ആർമി ചേരാനായിട്ട് വന്നതാ, എന്നിട്ട് പോലും എന്നെ ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഷൂ ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി എന്നെ ഇവിടെ ആക്കിയെന്ന് പറഞ്ഞ് ആരോടും പരാതിയൊന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. വില്യം ബൂത്ത് പറഞ്ഞു, നാളത്തെ മീറ്റിംഗിൽ അടുത്ത മീറ്റിംഗിൽ നീ പ്രസംഗിക്കണം. സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, ഞാൻ റെഡിയാ. സാമുവൽ ബ്രിങ്കിൾ ഞാൻ റെഡിയാ. പ്രൈസ് ദി ലോർഡ്. മീറ്റിംഗ് ദിവസമായി. പ്രൈസ് ദി ലോർഡ്. സാമുവൽ ബ്രിങ്കിൾ സ്റ്റേജിലോട്ട് വന്നു. സാമുവൽ ബ്രിങ്കിൾ സ്റ്റേജിലോട്ട് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയാം, നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. വില്യം ബൂത്ത് പറഞ്ഞു, ഇനിയിപ്പോ എന്താ പറയാൻ പോകുന്നതെന്ന് വില്യം ബൂത്തിന് ഒരു നിശ്ചയവുമില്ല. സാമുവൽ ബ്രിങ്കിൾ പ്രസംഗിച്ച് വില്യം ബൂത്ത് ഒരിക്കൽ പോലും കേട്ടിട്ടില്ല. സാമുവൽ ബ്രിങ്കിൾ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചു. വില്യം ബൂത്ത് കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് പതിയെ കണ്ണു തുറന്ന് നോക്കിയപ്പോ സ്റ്റേജിന്റെ സീറ്റിലൊന്നും ആരെയും കാണാനില്ല. എല്ലാ ചെയറുകളും കാലി
കാലിയായിട്ട് കിടക്കുക. അപ്പം ശമൂവേൽ ബെല്യം ബൂത്ത് വിചാരിച്ചു എല്ലാവരും എഴുന്നേറ്റ് വീട്ടിലോട്ടൊക്കെ പോയി, ഇദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയാത്തതുകൊണ്ട് അവരങ്ങ് വീട്ടിലോട്ട് പോയി എന്ന് ബെല്യം ബൂത്ത് അങ്ങ് ചിന്തിച്ചു. പ്രൈസ് ലോർഡ്. എന്നാൽ പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ ചെയറുകളുടെയും താഴെ എല്ലാവരും മുഴങ്കാലം മടക്കി അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ബെല്യം ബൂത്തിന് ഒരു മനസ്സിലായി. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ 16 വർഷം കൊണ്ട് ബെല്യം ബൂത്ത്, പ്രൈസ് ലോർഡ്, സാമുവൽ ബ്രിങ്കലിനെ ദൈവം ആ ഷൂ റാക്കുകളുടെ നടുവിൽ ആ ഷൂ പോളിഷ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഒരുക്കി എടുക്കുകയായിരുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മുടെ സമയം, പക്ഷേ നമ്മൾ പറയും കഴിഞ്ഞ കുറേ നാളുകളായി ഒരു വിഷയത്തിന്റെ വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കഴിഞ്ഞ കുറേ നാളുകളായി എന്റെ വിഷയത്തിൽ ഒരു മാറ്റം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അതിന്റെ മേലെ എനിക്കൊരു മറുപടി വന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിങ്ങളൊരു ബ്രാക്കറ്റ് പീരീഡിനകത്താ. ആ ബ്രാക്കറ്റ് പീരീഡ് പൊട്ടിച്ച് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുന്ന സമയം വരും. ദൈവസന്നിധിയിൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസ്തരായിരുന്നാൽ 16 വർഷം സാമുവേൽ ബ്രിങ്കൽ വിശ്വസ്തനായി നിന്നതുപോലെ 40 വർഷം കാലേബ് ആരോടും കുറ്റം പറയാതെ ദൈവത്തിൽ വിശ്വസ്തനായി നിന്നപ്പോ, സമയം വന്നപ്പോ കാലേബിനെ പിടിച്ചുയർത്തി ദൈവം വാഗ്ദത്തം ചെയ്തത് കാലേബിനും അവന്റെ തലമുറയ്ക്കും ദൈവം കൊടുത്തു. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്ത ഇന്ന് ഭരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പറയണം, ഞാൻ ആരോടും കുറ്റം പറയത്തില്ല. കർത്താവിന്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ദൈവത്തിനൊരു തക്ക സമയമുണ്ട്, അവൻ ഉയർത്തുന്ന ഒരു സമയമുണ്ട്.